നമ്മളൊക്കെ പലപ്പോഴും ഒരുമിച്ചിരിക്കുമ്പോഴും സത്യത്തിൽ ഒറ്റയ്ക്കായി പോകാറില്ലേ? വെറുതെ ഒരാളുടെ കൂടെ ഇരിക്കുന്നതും നമ്മുടെ മുഴുവൻ ശ്രദ്ധയും സാന്നിധ്യവും ഒരാൾക്ക് നൽകുന്നതും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ആ ആഴത്തിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം, അല്ലേ? ഈയൊരു സീനൊന്ന് ഓർത്തു നോക്കിയേ. നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളും ഒരേ സോഫയിൽ അടുത്തടുത്തിരിക്കണം. പക്ഷെ നിങ്ങളിൽ ഒരാള് ഫോണിൽ എന്തോ കാര്യമായി നോക്കുന്നു, മറ്റേയാള് നാളത്തെ ജോലിയെക്കുറിച്ചുള്ള ടെൻഷനിലും. ശരീരം കൊണ്ട് നിങ്ങൾ തൊട്ടടുത്താണ്, പക്ഷെ മനസ്സുകൊണ്ട് നിങ്ങൾ മൈലുകൾ അകലെയാണ്. ശരിയല്ലേ? ഇതിനെയാണ് നമ്മൾ സാമീപ്യത്തിന്റെ ഒരു മിഥ്യാബോധമെന്ന് പറയുന്നത്. അതായത്, നമ്മൾ ഫിസിക്കലി അടുത്തുണ്ട് എന്നതുകൊണ്ട് മാത്രം ഒരു യഥാർത്ഥ കണക്ഷൻ അവിടെ ഉണ്ടാകണമെന്നില്ല. പലപ്പോഴും അതൊരു തോന്നൽ മാത്രമായിരിക്കും. ആ ബന്ധത്തിന് വേണ്ട ആഴം അവിടെ കാണില്ല. ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു പേരുണ്ട്: നിർജീവ സാന്നിധ്യം അഥവാ ഡെഡ് പ്രസൻസ്. നിങ്ങൾ അവിടെയുണ്ടെന്നേയുള്ളൂ, പക്ഷെ നിങ്ങളുടെ സാന്നിധ്യത്തിന് ഒരു ജീവനില്ല. ഇത് പതിയെ പതിയെ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജി മുഴുവൻ ഇല്ലാതാക്കും. ഏറ്റവും അപകടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെയൊക്കെ ബന്ധങ്ങളിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാവാം. അതെ, നിങ്ങളുടെ പങ്കാളിക്ക് വേണ്ടല് വെറുതെ നിങ്ങളുടെ ശരീരം അവിടെ ഇരിക്കുന്നതല്ല. അവർക്ക് നിങ്ങളുടെ പ്രാണൻ വേണം. പ്രാണെന്ന് പറയുമ്പം എന്തോ വലിയ സംഭവമായിട്ട് കാണണ്ട. അത് നിങ്ങളുടെ ശ്രദ്ധയാണ്, നിങ്ങളുടെ ജീവനുള്ള ഊർജമാണ്. ആ ഊർജം നമ്മൾ മറ്റൊരാൾക്ക് പൂർണ്ണമായി കൊടുക്കുമ്പോഴാണ് നമ്മുടെ സാന്നിധ്യം ശരിക്കും അർത്ഥപൂർണമാവുന്നത്.